ഒരു അലർച്ചയോടെ അവൻ അവളിൽ നിന്ന് കൈ അയച്ചു. എന്ത് വേലയാടി പട്ടിക്കുട്ടി നീ കാണിച്ചത്? നിന്റെ 32 പല്ലും പതിഞ്ഞു. നോക്കിക്കേ. കണക്കായി പോയി. ആളും തരവും നോക്കി തോന്നിവാസം കാണിക്കാൻ ഇറങ്ങണം. എൻ്റെ അടുത്ത് വിളച്ചിലിറക്കാൻ വന്നാൽ ഇങ്ങനെയിരിക്കും. വല്ലാത്തൊരു മുരട്ട് സ്വഭാവമാണ് എന്തായാലും നിന്റെ. നിങ്ങൾ എന്നെക്കൊണ്ട് മുരട്ട് സ്വഭാവം എടുപ്പിച്ചതല്ലേ? ഒരു ഇടിയും കൂടി കൊടുത്തിട്ട് അവൾ ഇറങ്ങിപ്പോയി. അവളുടെ പല്ല് പതിഞ്ഞ കയ്യിൽ അവൻ മതിവരാതെ ചുംബിച്ചുകൊണ്ടിരുന്നു. എത്രയും വേഗം വിവാഹത്തിനുള്ള പൈസ സമ്പാദിക്കണം. ദൂരെ ഒരു ഓട്ടം പോയാൽ നല്ലൊരു തുക കിട്ടുമായിരുന്നു. അന്നൊക്കെ സൂക്ഷിച്ചു വെക്കാതെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇനി അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യവുമില്ലല്ലോ. കർണൻ മുതലാളിയോട് പറഞ്ഞ് അടുത്ത ആഴ്ച തന്നെ ദൂരെ ഓട്ടം പോണം. ചിന്തിച്ചുകൊണ്ട് കിടന്നപ്പോഴാണ് കാറിൻ്റെ സൗണ്ട് കേട്ടത്. കാറിൽ ഇവിടെ ആര് വരാനെന്ന് ചിന്തിച്ച് ഹരി എഴുന്നേറ്റു. തയ്ച്ചുകൊണ്ടിരുന്ന അമ്മുവും ആരാണ് വന്നതെന്ന് നോക്കാൻ എഴുന്നേറ്റു. കാറിൽ നിന്നിറങ്ങി നടന്നു വരുന്ന അനന്തുവിനെ കണ്ടപ്പോൾ ഹരിക്ക് രക്തം ഇരച്ചു കയറി. അനന്തു എന്തിനാണ് വരുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ അവനെ സ്വീകരിക്കാനായി അമ്മു ഇറങ്ങി. അനന്തേട്ടൻ എന്താണ് ഇവിടെ? വഴിയൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ കണ്ടുപിടിച്ചു. കവലയിൽ ചോദിച്ചപ്പോൾ വീട് കണ്ടുപിടിക്കാൻ ഒട്ടും പാടില്ലായിരുന്നു. പുറത്തു നിന്ന് സംസാരിക്കാതെ കയറിയിരിക്കെ. അവൾ ആദിത്യ മര്യാദ കാണിച്ചു. മനസ്സിലെ ദേഷ്യം അടക്കി നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അനന്തുവിനെ ഹരി സ്വീകരിച്ചു. ഞാൻ ചായ എടുത്തിട്ട് വരാം. അമ്മു സംസാരിക്കെ. അമ്മുവിനെ കാണാനല്ലേ വന്നത്? ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഹരി ചായ ഇടാനായി പോയി. എനിക്ക് ചായയൊന്നും വേണ്ട. നിങ്ങളെ രണ്ടുപേരെയും കൂടെ കണ്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്നെ ഹരിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരി തലയാട്ടിക്കൊണ്ട് ഒരു കാൽ മതിലിൽ കുത്തി കയ്യും കെട്ടി നിന്നു. ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു. എൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ് ഞാൻ. കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. എൻ്റെ നല്ലൊരു സുഹൃത്താണ് അവൾ. നല്ലൊരു സുഹൃത്തിന് നല്ല പാതിയാവാൻ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നി. അതാണ് കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്. ആദ്യ ലെറ്റർ നിങ്ങൾക്ക് തന്നെ തരണമെന്ന് തോന്നി. നിറഞ്ഞ മനസ്സോടെ നിറപുഞ്ചിരിയോടെ അവൾ ആ ലെറ്റർ കൈനീട്ടി മേടിച്ചു. ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. താങ്ക്സ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവന് വിവാഹ മംഗളാശംസകൾ നേർന്നു. നന്ദി പറഞ്ഞു. അവരോട് യാത്രയും പറഞ്ഞ് അനന്ത് പോയി. പെരുമഴയിൽ നനഞ്ഞതുപോലെ ഹരിയുടെ മനസ്സ് കുളിരണിഞ്ഞു. അവനൊരു ജീവിതം തിരഞ്ഞെടുത്തതെന്നറിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു അവൾ. ഹരിക്ക് അമ്മുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. സന്തോഷം കൊണ്ട് അവൻ്റെ മനസ്സ് അത്രയും വിങ്ങുന്നുണ്ടായിരുന്നു. കുറച്ചു മുൻപ് കിട്ടിയ കടിയുടെ പാടോർത്തപ്പോൾ ആ ആഗ്രഹം 8 മടക്കി പോക്കറ്റിൽ തന്നെ വെച്ചു. ഇവിടെ ആരാ മോനെ വന്നിട്ട് പോയത്? അമ്മയുടെ ചോദ്യം കേട്ടതും ഞെട്ടിയാണ് അമ്മയെ നോക്കിയത്. അമ്മയുടെ ചുണ്ടിൽ ഒരു കള്ളപ്പുഞ്ചിരി ഉണ്ടോ എന്ന് അവന് തോന്നി. ഏത് സമയവും ഹരിയുടെ കണ്ണ് അമ്മുവിൻ്റെ പിറകെയാണെന്ന് അവർക്കറിയാം. അമ്മുവിൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ വന്നിട്ട് പോയതാണ് കല്യാണം വിളിക്കാൻ. ആ കൊച്ചൻ എന്നിട്ട് ഇത്ര വേഗം അങ്ങ് പോയതെന്ത്? അവന് ഇനിയും ഒരുപാട് സ്ഥലത്ത് കല്യാണം വിളിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് പോയി. നീ വരുന്നോ? ഞങ്ങൾ കടയിൽ പോകാൻ പോവാണ്. ഹരിയെ നോക്കി ശാരദ ചോദിച്ചു. ഞാനും വരുന്നു. ഇവിടെ നിന്നിട്ട് എന്തെടുക്കാനാണ്? അമ്മുവിനെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നാൽ മോള് പെട്ടെന്നൊരുങ്ങ്, നമുക്ക് പോകാം. ശാരദ പറഞ്ഞതും അവൾ റെഡിയാവാനായി അകത്തേക്ക് പോയി. റോസ് ചുരിദാറും ഇട്ട് ഒരുങ്ങി വരുന്നവളെ കണ്ട് അവൻ കണ്ണ് ഇമവയ്ക്കാതെ നോക്കി നിന്നു. എന്തേ, മനുഷ്യനെ കണ്ടിട്ടില്ലേ? ഇതുപോലെയൊന്നിനെ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ വഴക്ക് കൂടാൻ വയ്യ എന്നും പറഞ്ഞ് അവനെ കോക്രി കാണിച്ച് അവൾ വാതിലിൽ പോയി നിന്നു. കറുപ്പ് ഷർട്ടിലും വെള്ളമുണ്ടിലും അവനും അതീവ സുന്ദരനായിരുന്നു. ഇടം കണ്ണിലൂടെ അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കൊരുങ്ങാൻ ഇത്ര സമയം എന്തിനാ? ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വാ. ഞങ്ങൾ രണ്ടും ഒരുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ഒരുങ്ങാൻ വന്നപ്പോഴാണ് കട്ടിലിൽ തട്ടി അമ്മയുടെ കാലൊന്ന് ചിരമ്പിയത്. കാലിന് ചെറിയ വേദനയുണ്ട്. അതുകൊണ്ട് വന്നാൽ ശരിയാവില്ല. മക്കളെ രണ്ടുപേരും കൂടി പോയിട്ട് വാ. കാല് വയ്യെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം. ആശുപത്രിയിൽ പോകാനുള്ള അസുഖമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കടയിൽ പോയിട്ട് വാ. എന്നാ പിന്നെ അമ്മയുള്ളപ്പോൾ പോകാം, ഇന്ന് പോവണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മു അകത്തേക്ക് കയറാൻ തുടങ്ങി. അത് വേണ്ട, നിങ്ങൾ രണ്ടും ഒരുങ്ങിയതല്ലേ, പോയിട്ട് വാ. അമ്മയുടെ നിർബന്ധം കാരണം ഹരിയുമായി ഒരു യാത്രയ്ക്ക് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ആദ്യമായി അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. ബൈക്കിൽ കയറുന്നതും ആദ്യമായാണ്. വാതിലിൽ നിൽക്കുന്ന അമ്മയ്ക്ക് ചിരിച്ചുകൊണ്ട് ടാറ്റ പറഞ്ഞു അവൻ്റെ ബൈക്ക് റോഡിലേക്ക് ഇറങ്ങി.
കുറച്ചു ദൂരം പോയപ്പോൾ പുറകെ ഇരിക്കുന്ന ആളുടെ അനക്കമൊന്നുമില്ലാത്തത് കാരണം അവൻ വിളിച്ചു നോക്കി. അമ്മു, അമ്മു. അവൻ കുറച്ചുറക്കെ വിളിച്ചു. എന്തിനാണ് കിടന്ന് തൊണ്ട കീറുന്നത്? എനിക്ക് കേൾക്കാം. നീ ബൈക്കിൽ തന്നെ ഇരിപ്പുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിയതാണ്. ഇങ്ങനെ ഇരുന്നാൽ മറിഞ്ഞു വീഴും. വീഴാതെ നോക്കാൻ എനിക്കറിയാം. പറഞ്ഞു തീർന്നതും അവൻ ഒരു ഗട്ടറിൽ ചാടിച്ചു വണ്ടി. ഭയന്നിട്ട് അവൻ്റെ വയറിൽ അള്ളിപ്പിടിച്ചു അവൾ. നേരത്തെ ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നോ? അവൻ ചിരിയോടെ ചോദിച്ചു. അവൻ്റെ വയറിൽ നിന്ന് പിടിവിട്ടിട്ട് നീങ്ങിയിരിക്കാൻ പോയി. ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഈ റോഡിലുള്ള മുഴുവൻ ഗട്ടറിലും ഞാൻ വണ്ടി കൊണ്ടുപോയി ഇടും. അപ്പോൾ നേരത്തെ വീണത് മനഃപൂർവ്വം ചെയ്തതാണല്ലേ? കലിപ്പോടെ ചോദിച്ചവൾ. പിന്നെ നീ എന്താ വിചാരിച്ചത്? അറിയാതെ പറ്റിയതാണെന്നോ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഷർട്ടിനിടയിലൂടെ കൈ കടത്തി അവൻ്റെ രോമത്തിൽ പിടിച്ചു വലിച്ചു. അമ്മു, വിടടി. എനിക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നു. വണ്ടി കയ്യിൽ നിന്ന് പോകും കേട്ടോ. ഇനി തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ഇത് ഓർമ്മ വേണം. നിന്നോടല്ലേടി ഞാൻ കാണിച്ചത്? അവൻ അതീവ സ്നേഹത്തോടെ ചോദിച്ചു. അവനെ ചുറ്റിപ്പിടിച്ചുള്ള ആ യാത്ര അവൾക്കും ഒരുപാട് സന്തോഷമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ വയറിൽ നിന്ന് കൈമാറ്റാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈയും മൃദുമേനിയും അവനിൽ വല്ലാത്തൊരു അനുഭൂതി സൃഷ്ടിച്ചു. യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അത്രമേൽ ആശിച്ചു പോയിരുന്നു. ഈ കടയിൽ നിർത്തിയാൽ മതി. ഇവിടെ നിന്നാണ് സ്ഥിരം മേടിക്കുന്നത്. വണ്ടി ഒതുക്കിയിട്ട് അവളുടെ കൂടെ അവനും ചെന്നു. വളരെ ആരാധനയോടെ നോക്കുന്ന ഒരുപാട് മുഖങ്ങൾ അവൻ കണ്ടില്ലെന്ന് നടിച്ചു. ഫ്രോക്കിനും ചുരിദാറിനും നൈറ്റിക്കുമെല്ലാം വേണ്ടുന്ന മെറ്റീരിയൽസ് ഓരോ ഡസൻ വെച്ച് അവൾ വാങ്ങി. അവൾ അതെല്ലാം വാങ്ങുമ്പോൾ ഡിസ്പ്ലേയിൽ കിടന്ന ഓറഞ്ച് കളർ സാരിയിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. അതുമുടുത്ത് വരുന്ന അവളെ അവൻ മനക്കണ്ണിൽ കണ്ടു. അവൻ അത് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് അമ്മു അവന് ഒരു മുണ്ടും 2 ഷർട്ടും മേടിച്ചു. അമ്മയ്ക്കൊരു സാരിയും ബ്ലൗസും എടുത്തു. ഡിസ്പ്ലേയിൽ കിടന്നതും അല്ലാതെ ഒരു ജോഡിയും കൂടെ അവൾക്കും മേടിച്ചു. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒഴുക്കൻ സാരികളാണ്. അതിൽ നിന്ന് 2 അമ്മയ്ക്കും വാങ്ങി. ഇതാർക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്? അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തു വെച്ചതാണ്. അത് അവിടെ ഇരിക്കട്ടെ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞോ? കുറച്ച് കല്ലും മുത്തുമെല്ലാം മേടിക്കാനുണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞു. അതും കൂടെ വാങ്ങി അവർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവൾ കാലിട്ടിരുന്ന നടുക്ക് സാധനം വെച്ച് അവൻ്റെ തോളിൽ പിടിച്ചിരുന്നു. ആ സാധനമെല്ലാം എടുത്ത് അയ്യത്ത് കളയാൻ തോന്നി അവന്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് സന്തോഷമായിരുന്നു മനസ്സിൽ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അവൻ വണ്ടി ഓടിച്ചത്. വീട്ടിലെത്തി ബൈക്ക് നിർത്തിയതും അവൾ ഇറങ്ങാതെ ഇരിക്കുകയാണ്. ഇറങ്ങിപ്പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? എന്നാൽ നമുക്ക് കവർ ഇവിടെ വെച്ചിട്ട് ഒരു റൗണ്ടും കൂടി അടിക്കാം. ഈ കവറും പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ ഒന്നും എനിക്കറിയില്ല. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മ വന്ന് കവറൊക്കെ വാങ്ങി തിണ്ണയിൽ വെച്ചു. കാലിട്ടിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ തോളിൽ നല്ല രീതിയിൽ ബലം കൊടുത്താണ് അവൾ ഇറങ്ങിയത്. തയ്ച്ച് വിൽക്കാനുള്ള തുണികളെല്ലാം ചായ്പിൽ കൊണ്ടുപോയി വെച്ചു. ഹരി കയ്യിലിരുന്ന കവറുകൾ അമ്മയ്ക്കും അമ്മുവിനായി കൊടുത്തു. ഇതെന്തിനാണ് മോനെ അമ്മയ്ക്ക് 2 മേടിച്ചത്? ഒരെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നില്ലേ? ഓണം കൂടി നമ്മൾ ആഘോഷിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയതാണ്. അമ്മുവിൻ്റെ സാരി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാരിയുടെ ഭംഗിയേക്കാൾ ഹരി അത്രമേൽ ഇഷ്ടത്തോടെ വാങ്ങിയതാണെന്നുള്ള ഓർമ്മ തന്നെ അവൾക്ക് സന്തോഷം നൽകി. മോൻ വാങ്ങി തന്നതുകൊണ്ട് ഞാൻ വാങ്ങിയ സാരി നോക്കുന്നില്ലേ? നിങ്ങൾ 2 പേരും എനിക്ക് വേറെ വേറെയല്ല. അവൾ വാങ്ങിയ സാരി എടുത്ത് ദേഹത്തോട് ചേർത്ത് വെച്ച് നോക്കി അവർ. അവന് വേണ്ടി എടുത്ത തുണി കൊടുക്കാതെ ചായ്പിൽ കൊണ്ട് വെച്ചിരുന്നു. നോക്ക് മോനെ, അമ്മുമോള് മേടിച്ചതാണ്. ഭംഗിയുണ്ടോയെന്ന് നോക്ക്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാരി അമ്മ ഇതുപോലെ ഭംഗി നോക്കാത്തതെന്ത്? എൻ്റെ കുശുമ്പ, ഇത് നീയും നോക്ക്, എന്നിട്ട് ഞാൻ അതും വെച്ച് കാണിക്കാം. ഒരു സാരിയുടെ ബ്ലൗസും അവളുടെ കയ്യിൽ തയ്ക്കാൻ കൊടുത്തിട്ട് ബാക്കി കൊണ്ടുപോയി അലമാരയിൽ വെച്ചു. മുഖത്തെന്താണ് ഒരു തെളിച്ചമില്ലാത്തത്? എൻ്റെ മുഖം തെളിഞ്ഞു കാണുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ആ ഓറഞ്ച് കളർ സാരി അനന്തുവിൻ്റെ കല്യാണത്തിന് പോകാനാണ്. നമുക്ക് കല്യാണത്തിന് പോണോ? പിന്നെ പോകാതെ. ഇവിടം വരെ വന്ന് വിളിച്ചതല്ലേ. മുഖത്തിൻ്റെ കടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. അമ്മയ്ക്ക് വാങ്ങിയിട്ട് നീ എന്താണ് എനിക്കൊന്നും വാങ്ങാഞ്ഞത്? എനിക്ക് മനസ്സില്ലായിരുന്നു വാങ്ങിക്കാൻ. അമ്മ സീരിയലിൽ മുഴുകിയത് കൊണ്ട് തന്നെ അവരുടെ സംസാരമൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എല്ലാവർക്കും വാങ്ങിയിട്ടും അവന് മാത്രം ഇല്ലാത്തതിൽ അവർക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ടായിരുന്നു. നാളെ തന്നെ കടയിൽ പോയി അവന് തുണിയെടുക്കണമെന്ന് അവർ മനസ്സിലുറപ്പിച്ചു.
മുഖം വെറുപ്പിച്ചുകൊണ്ട് തന്നെ അവർ റൂമിലേക്ക് കയറിപ്പോയി. അവൻ്റെ സങ്കടം കണ്ടപ്പോൾ ഒരുപാട് വട്ട് കളിപ്പിക്കേണ്ട എന്ന് അവൾക്ക് തോന്നി. ചായ്പിൽ നിന്ന് കവർ എടുത്തുകൊണ്ട് വന്ന് ആദ്യം അമ്മയെ കാണിച്ചു. അമ്മയുടെ മുഖം തെളിഞ്ഞത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ സങ്കടപ്പെട്ടാണ് ഇരുന്നതെന്ന്. മോന് ഡ്രസ്സില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് വിഷമമായിരുന്നല്ലേ. അവൻ അങ്ങനെ അവന് വേണ്ടി ഡ്രസ്സ് എടുക്കാറില്ല. ഞാനാണ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോകും. എനിക്കുള്ളത് അവനെടുക്കും, അവനുള്ളതെല്ലാം ഞാനും എടുക്കും. ആദ്യമായാണ് തനിയെ അവൻ എനിക്ക് സാരി വാങ്ങി തരുന്നത്. മോൾക്കും എനിക്കും വാങ്ങിയിട്ട് അവന് വാങ്ങാതെ ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നിരുന്നു. മോൾ ഇത് കൊണ്ടുപോയി അവന് കൊടുക്ക്, അവന് ഒരുപാട് സന്തോഷമാകും. ഡ്രസ്സുമായി മുറിയിൽ ചെന്നപ്പോൾ കട്ടിലിൽ കിടക്കുകയാണ് അവൻ. കൈവച്ച് കണ്ണ് മറച്ചിരിക്കുന്നു. ഇതെന്ത് പറ്റി ഇങ്ങനെയൊരു കിടത്തം? അനങ്ങാതെ തന്നെ കിടന്നു അവൻ. ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയ ഡ്രസ്സാണ്, വേണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്ക്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൊണ്ടുകൊടുത്ത് മാറി വാങ്ങിക്ക്. മുഖത്ത് നിന്നും കൈയെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മനസ്സിൻ്റെ തെളിച്ചം മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. നീ എന്ത് വാങ്ങിയാലും എനിക്കിഷ്ടമാണ്. പക്ഷേ അമ്മയ്ക്ക് വാങ്ങിയിട്ട് നീ എനിക്കായി ഒന്നും വാങ്ങാതിരുന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സങ്കടം വന്നു. ഒരു ഡ്രസ്സിന് വേണ്ടിയല്ല, നിന്റെ കൈകൊണ്ട് എനിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്ന സങ്കടം. കാര്യം പറഞ്ഞപ്പോൾ നിറഞ്ഞ അവൻ്റെ കണ്ണ് തുടച്ചു കൊടുത്തു. രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി കുറച്ച് സമയം ഇരുന്നു. അവളുടെ കണ്ണിൽ നോക്കി തന്നെ കൈകൾ പിടിച്ച് ചുണ്ടോട് ചേർത്തു. ചുണ്ടിൻ്റെ ചൂട് തട്ടിയതും സ്വപ്നലോകത്തിരുന്നവൾ ഞെട്ടിയുണർന്നു. കൈവലിച്ചെടുത്ത് അവൻ്റെ തോളിൽ കടിച്ചിട്ടോടിപ്പോയി. ഇവൾ ഇങ്ങനെ കടിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഒരുപാട് സന്തോഷകരമായ ഒരു രാത്രി കൂടെ വിട പറഞ്ഞു. ഹരി, ഈ ആഴ്ചയും കൂടെ നീ ഇവിടെ ജോലിക്ക് വന്നാൽ മതി. അതിനുള്ളിൽ നീ പുതിയൊരു ജോലി നോക്കി കണ്ടുപിടിക്ക്. കർണൻ മുതലാളിയുടെ വാക്കുകൾ ഇടുത്തി പോലെയാണ് അവൻ്റെ ചെവിയിൽ പതിച്ചത്. മുതലാളി എന്താണ് ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഹരി. പക്ഷേ നിന്നേക്കാൾ ഇഷ്ടമുള്ള ഒരാളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ നിന്നെ എനിക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേ പറ്റൂ. ഇനി എൻ്റെ ലോറിയിലോ ഇവിടെയോ മറ്റുള്ള എൻ്റെ സ്ഥാപനങ്ങളിൽ ഒന്നും നിനക്ക് ജോലിയില്ല. ഈ ഒരാഴ്ച കൂടി നീ ഇവിടെ ജോലി ചെയ്തോളൂ. ഹരിക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നെങ്കിലും അവൻ ഇങ്ങനെ പറഞ്ഞു. ഇനി ഒരാഴ്ച എന്നല്ല, ഒരു ദിവസം കൂടെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നില്ല. എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. എന്ത് പണിയും ചെയ്യാനും എനിക്കറിയാം. ഇവിടുത്തെ ജോലി പോയി എന്ന് പറഞ്ഞ് എനിക്കൊരു പ്രശ്നവുമില്ല. മുതലാളിക്ക് പ്രിയപ്പെട്ട ആൾ ആരാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങളുടെ വീടിനടുത്തുള്ള ശാരി. ഓ, ഇപ്പോൾ കാര്യം മനസ്സിലായി. എന്നാ ശരി. മുതലാളിയോട് എനിക്കൊരു വൈരാഗ്യവുമില്ല കേട്ടോ. പിന്നെ ആ ഡേഷ് മോളോട് പറഞ്ഞേക്ക് ഇതൊന്നും കൊണ്ട് ഹരിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. ഹരിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ മുതലാളി ഒന്നും മിണ്ടാതെ നിന്നു. പ്രതീക്ഷകളെല്ലാം പാളിയതിൽ ഹരിക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. ഒരു കുപ്പി വാങ്ങി വെള്ളം തൊടാതെ കുടിക്കാൻ അവൻ്റെ മനസ്സ് അതിയായി ആഗ്രഹിച്ചു. അമ്മുവിൻ്റെ മുഖം ഓർത്തപ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്തണമെന്ന് വിചാരിച്ച് ബൈക്ക് പറപ്പിച്ചു വിട്ടു. അവൾ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹരിയുടെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടത്. ജോലിക്ക് പോയ ആൾ ഇത്ര വേഗം തിരിച്ചു വന്നത് എന്താണെന്ന് ആലോചിച്ചു. അവൾ ഇറങ്ങി ചെന്നപ്പോഴേക്കും അവൻ മുറിയിലെത്തിയിരുന്നു. അമ്മയുടെ മുറിയിൽ അവളെ തേടുകയായിരുന്നു. അമ്മു, അവൻ ഉറക്കെ വിളിച്ചു. എന്താ, എന്ത് പറ്റി? ഒന്നും പറയാൻ നിൽക്കാതെ അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. എല്ലാവർക്കും സ്റ്റോറിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.